ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിലെന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിലെന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ദൈവിക സന്ദേശം നമ്മുടെ വസ്ത്രധാരണം വളരെ ശ്രദ്ധിക്കണമെന്ന സന്ദേശമാണ്. മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയോ ദുഷ്ടവിചാരങ്ങളോ വരുത്തുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അത് സ്ത്രീയായാലും പുരുഷനായാലും പാടില്ലെന്ന് വചനത്തിലൂടെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണുന്ന ആശയമാണ്. പലപ്പോഴും പലരും പ്രാർത്ഥിക്കാൻ വരുമ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താറുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് ഈ ഒരു മേഖല വെളിപ്പെടുത്തുകയാണ്. ഓർക്കുകയാണ്, ഒരിക്കൽ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഭാര്യയും ഭർത്താവും വിദേശത്ത് നിന്ന് വരികയാണ്. നാട്ടിൽ വന്നപ്പോൾ അവർ വരികയാണ്. ആദ്യത്തെ കുട്ടിയുണ്ടായി. പിന്നീട് രണ്ടാമത്തെ കുട്ടി എന്ത് ചെയ്താൽ ഉണ്ടാവുന്നില്ല. ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ട് 5 വർഷം കഴിഞ്ഞു. അതിനിടയിൽ 3 പ്രാവശ്യം മിസ്കാരേജ് വന്നു പോയി. അവർക്ക് കുട്ടികളുണ്ടാവുന്നില്ല. ആ ഒരു കാരണത്താൽ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കാണിച്ച ഒരു ശക്തമായൊരു സന്ദേശം ഇങ്ങനെയായിരുന്നു. ആ പെൺകുട്ടി, ആ ഭാര്യ മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നുവെന്ന് കാണിക്കുകയാണ്. മറ്റുള്ളവർക്ക് പാപപ്രേരണ കൊടുക്കുന്ന രീതിയിലുള്ള ലോലമായ ഷാളുകളോ സാരികളോ അല്ലെങ്കിൽ കുട്ടി ഡ്രസ്സുകളോ ആ രീതിയിൽ നമ്മുടെ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണം, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ, ഇങ്ങനെ ഇറുകിയ പാൻസ്, ഇറുകിയ ജീൻസ്, ഈ രീതിയിലുള്ള വസ്ത്രധാരണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ചോദിച്ചപ്പോൾ വളരെ കറക്റ്റായിരുന്നു. നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി. ആ സഹോദരി ഇതുപോലെയുള്ള വസ്ത്രങ്ങളാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം, അതാണ് ധരിക്കുക. അതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ മിസ്കാരേജ് വന്നു പോകുന്ന അവസ്ഥ. പിന്നീട് ആ മേഖല തുറന്നു പറഞ്ഞ് കുമ്പസാരിക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞപ്പോൾ, ഈ മേഖല ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോൾ പിന്നീട് പ്രഗ്നൻ്റായി. അങ്ങനെ രണ്ടാമതൊരു കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുക, പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 29-ാം തിരുവചനം നമുക്ക് നേരിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും 1 കൊരിന്തോസ് 11-ാം അധ്യായം 5 മുതലുള്ള തിരുവചനത്തിൽ
വിശുദ്ധ പൗലോസ്ലീഹ എഴുതി വെച്ച് നമുക്കൊന്ന് വായിക്കാം. ശ്രദ്ധയോടെ കേൾക്കുക, വായിക്കുക, ഉച്ചത്തിലേറ്റ് പറയുക. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ ശിരസിനെ അവമാനിക്കുന്നു. അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണ് അത്. സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ. മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9 മുതലുള്ള തിരുവചനം എല്ലാവരും നേരിട്ട് പറയാം. അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവൃത്തികൾ കൊണ്ട് അവർ സമലംകൃതരായിരിക്കട്ടെ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പത്രോസ്ലീഹ ഇതേ കാര്യം തന്നെ എഴുതി വച്ചിരിക്കുക. 1 പത്രോസ് 3-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, വസ്ത്രധാരണത്തെ പറ്റി ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങൾ എഴുതി വച്ചിരിക്കുക. ഈ വസ്ത്രധാരണം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഈ മക്കൾക്ക് പല രോഗപീഠകൾ, പല അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയിക്ക് വരുമ്പോൾ ചിലർക്ക് ചില ഒരു ഷിവറിങ്, പനിക്കുന്ന പോലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വേറൊരു രോഗം ഉണ്ടായിരിക്കില്ല. അവർ പരിശോധിക്കുമ്പോൾ ഒന്നും രോഗം കുഴപ്പമുണ്ടാവില്ല. ചില മക്കൾക്ക് പീരീഡ്സ് ആയിട്ട് അതിഭയങ്കരമായ വേദന, ചിലർ ശരീരത്തിലൊക്കെ പല ത്വക്ക് രോഗങ്ങൾ, ചുണങ്ങ്, ഇങ്ങനെയുള്ള രോഗപീഠകൾ, അസ്വസ്ഥതകൾ, അനാവശ്യമായിട്ടുള്ള ചില രോഗപീഠകൾ. ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് കാണിക്കും. ആരൊക്കെയോ ആസക്തിയോടെ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ നോക്കുന്നു. അതുമൂലം വരുന്നൊരു തിന്മ, അതിലൂടെ വരുന്നൊരു തടസ്സം ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ അച്ഛൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വസ്ത്രധാരണം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു വചനഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനമാണ്. അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: സിയോൻ പുത്രിമാർക്ക് താക്കീത്. എല്ലാവരും, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും യൂത്തും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് വസ്ത്രധാരണം. നമുക്കതുകൊണ്ട് ഈ വചനഭാഗം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു: കർത്താവ് അരുൾ ചെയ്തു, സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ്. കർത്താവ് അവരുടെ ശിരസ് ചരങ്ങുകൊണ്ട്
കൊണ്ട് നിറയ്ക്കും. അവരെ നഗ്നരാക്കും. അന്ന് കർത്താവ് അവരുടെ പാദസരത്തിന്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും ഉപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തുമാറ്റും. പരിമളത്തിനു പകരം ദുർഗന്ധം, അരപ്പട്ടയ്ക്ക് പകരം കയർ, പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി, വിലപിടിപ്പുള്ള പുറംകുപ്പായത്തിന് പകരം ചാക്ക്, സൗന്ദര്യത്തിന് പകരം അവമതി. നിന്റെ പുരുഷന്മാർ വാളിനിരയാകും. പ്രബലന്മാർ യുദ്ധത്തിൽ നിലംപതിക്കും. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വസ്ത്രദാനം വഴിയുള്ള തിന്മകൾ മാറിപ്പോകട്ടെ. മോശമായ വസ്ത്രദാനങ്ങൾ മാറിപ്പോകട്ടെ. ഉചിതമായ രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വസ്ത്രം ധരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഷിയാ റിയാ 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 റിയാ. ആസക്തിയോടെ സ്ത്രീയെ പുരുഷനെ നോക്കുന്ന സ്വഭാവ ശൈലികൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്നു കർത്താവേ. വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി ഹല്ലേലൂയ സ്തുതിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി നമ്മുടെ കുടുംബങ്ങളിലെ വ്യക്തികളുടെ സമൂഹത്തിൽ ഈ വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. മോശമായ വസ്ത്രധാരണം യേശു നാമത്തിൽ വിട്ടുപോട്ടെ. കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ അഭിഷേകം നിറയട്ടെ. തെറ്റായ ബോധ്യങ്ങൾ മാറിപ്പോട്ടെ. പുതിയ അറിവുകൾ ലഭിക്കട്ടെ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ. അധികമാമളവിൽ അഭിഷേകം പകരണമേ. ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ. അധികമാമളവിൽ അഭിഷേകം പകരണമേ. കരങ്ങളുയർത്തി. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുക. നിറയട്ടെ നിറയട്ടെ. ആത്മാവ് ജ്വലിക്കട്ടെ. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് വേഗത്തിൽ ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഷിയാ റിയാ റിയാ. ഈ സ്തുതിപ്പ് പോരല്ലോ. ശക്തമായി സ്തുതിച്ച് ദൈവത്തിന്റെ ആത്മാവേ, പിതാവാ ദൈവമേ, പുത്രാനാ ദൈവമേ, പരിശുദ്ധാത്മാവാ ദൈവമേ, അമലോൽപ്പം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് ആരൊക്കെ കാണുന്നു അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുന്ന തിരത്തത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, ഗൂഢോത്രം, ദുഷ്ടദോഷം, പൈശാചി, ആക്ര, പീഡന, ബാധകൾ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ സതിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ സത്യയും മധ്യസ്ഥാനം മികാർ അബ ഗബ്രിയേൽ മാലാഖമാരുടെ ശതമാന സാന്താ സംരക്ഷത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലെ വ്യക്തിജീവിതത്തിലുള്ള സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലൂടെ, വായിലൂടെ, വസ്ത്രത്തിലൂടെ, ഭക്ഷണവും കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനുഷികമോ പ്രാപഞ്ചമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്ക 4:8, മർക്കോസ് 16:5, 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവപുത്രൻ വന്നി അതിന് സ്ഥിതിയ സകലവിധ പ്രകൃതിശോമി ഇടിമിന് ഇടിവിട്ട് നാശഘട്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈരാഗം തർക്കം കലകളും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജഡിക ദിവ്യാസ് കോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗ്ഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധ അഹങ്കാര അസൂയ അലസ മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പഠന തടസ്സം കോടതി
ഹൃദയ സാമൂഹ്യമുണ്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരിക ബാഹ്യ ചെറുതുകൾ രോഗപ്പെടുകൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കും, സ്തുതിച്ച് പ്രാർത്ഥിക്കും, മരണമായിക്കാൻ ജപമാചരണ തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ, വന്യജീവികൾ, ക്ഷുദ്രജീവികൾ, ആക്രമണങ്ങൾ, അതിന്റെ പിന്നെ പൈശാചിക അന്ധകാശക്തി, സാത്താശക്തി, ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശുനാമത്തെ ബന്ധിക്കുന്നു, യേശുനാമത്തെ ബഹിഷ്കരിക്കുന്നു, ഈശോയെ കുറിച്ച് ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രവേശിച്ചുവന്ന സാത്താനെ നിന്നും ഞാൻ കൽപ്പിക്കുന്നു. 83 സങ്കീർത്തന അഭിഷേകം തന്നെ കർത്താവേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ആലുലി 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 എല്ലാവരും സ്തുതിച്ച് ആലുലി അവൻ സ്തുതിച്ച് ആലുലി ആലുലി കിടപ്പ് രോഗികളൊക്കെ സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് യുവതി യുവാക്കന്മാരെല്ലാം സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് ചേർന്ന് പാടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാൻ ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാൻ ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ആത്മാവേ വരദാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. ആദിയിലെപ്പോൾ ഇന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ ആത്മാവേ വരദാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. ആദിയിലെപ്പോൾ ഇന്നിവിടെ അത്ഭുത ശക്തി കരങ്ങളുയർത്തി നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു, പുതിയ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. അഭിഷേകം കവിഞ്ഞൊഴുകട്ടെ. ആലുലി 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 ആലുലിയ. ഇന്നോളം മാനസാന്തരമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു, മോശമായ വസ്ത്രങ്ങൾ ധരിക്കുന്നവരെ സമർപ്പിക്കുന്നു. പാപ പ്രലോഭനത്തിന് കാരണമാകുന്ന വസ്ത്രധാരണങ്ങൾ മാറിപ്പോട്ടെ. ശബഹാല പാപബോധം, പശ്ചാത്താപം, മാനസാന്തരം ഓരോ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിയാ റിയ 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 ആലുലി 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 ആലുലി. ദുഷ്ടവിചാരങ്ങൾ മാറിപ്പോട്ടെ, ദുശ്ചിന്തകളെല്ലാം മാറിപ്പോട്ടെ. ശബഹാല ബാല 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 ബാല. ശരീരത്തിൽ ഉചിതമായ വസ്ത്രം ധരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ശബഹാല ശരീരം, മനസ്സ്, ആത്മാവെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, തിരത്താത്ത കഴുകി വിശുദ്ധീകരിക്കണമേ. ശബഹാല ബാല ബാല ബാല. എല്ലാവരും സ്തുതിച്ച് ശരീരത്തിൽ പോരല്ലോ, ശബ്ദം പോരല്ലോ, എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ശബഹാല ബാല 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 ബാല. Samaladamay bibada balaja balada mabahala bala shidididi shidididi aluli 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 shidididi hallelujah hallelujah hallelujah. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്വസ്ഥാന്തിരുന്നുകൊണ്ടോ ദിവ്യാനത്തിൽ നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിക്കുക. എല്ലാവരും സ്തുതിക്കുക, ശബ്ദം ഉയർത്തി സ്തുതിക്കുക. ആരും തളർന്നു പോകരുത്. ശക്തമായ ഭാഷകളുള്ളവർ ഭാഷാത്തിൽ സ്തുതിക്കുക. എല്ലാത്തിനും ഹല്ലേലൂയ 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 പറഞ്ഞുകൊണ്ട് വേഗത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഷി അരി 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 അരിയ ഷി അരി 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 അരിയ. ആൻസി എന്നൊരു പേര് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആൻസി ശക്തമായി പ്രാർത്ഥിച്ചോ. ഗ്രേസി എന്നൊരു പേര് തരുന്നുണ്ട്, തങ്കമ്മ എന്നൊരു പേര് തരുന്നുണ്ട്. ഇവരൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുക. ഇവരൊക്കെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഇവരൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുക. ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ട് സാക്ഷ്യം പറയാത്ത മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് തന്നെ പല അനുഗ്രഹം കിട്ടിയിട്ട് ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. ലൂസ് മോഷൻ മാറി കിട്ടിയിട്ട് ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. ജോലി മേഖലയിൽ അസ്വസ്ഥത മാറി കിട്ടിയിട്ട് ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. സ്ഥലം വിറ്റ് കിട്ടിയിട്ട് ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അവരോടൊക്കെ ഈ എൽറുഹയിൽ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് സന്ദേശം നൽകുക. ഇപ്പോഴും കർത്താവ് ഒരുപാട് പേര് അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ പല മക്കളുടെയും സ്ഥല വിൽപ്പന തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. ജോലി മേഖല അസ്വസ്ഥത എടുത്ത് മാറ്റുന്നുണ്ട്. ഉദര സംബന്ധമായ രോഗങ്ങൾ, ലൂസ് മോഷൻ ഉൾപ്പെടെയുള്ള പല രോഗപീഠകൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വലിവിൻ്റെ രോഗം, ശ്വാസമുട്ട്, വലിവിൻ്റെ രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മുടികൊഴിച്ചിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്.
വെള്ളപ്പാണ്ട് രോഗം, വെള്ളപ്പാണ്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സോറിയാസിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. തലകറക്കം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കഴുത്തിൽ മുഴ അപ്രത്യക്ഷമാകുന്നു, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പീറ്റർ, തോമസ് ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോമോനെയും ജോമോൻ്റെ അമ്മയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആരാണ് ജോമോൻ? ജോമോനെയും ജോമോൻ്റെ അമ്മയും കർത്താവ് സ്പർശിക്കുന്നതായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വീട് പണി തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരത്തിലെ എല്ല് വളർച്ച കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. 3 സമരിറ്റൻ സിസ്റ്റേഴ്സിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നാളുകളായി കുത്തിയുള്ള ചുമ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മൂക്കിലെ ദശ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ വിഷയം കർത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. ദശാംശം കൊടുക്കാത്ത ഒരുപാട് മക്കളെ കാണിക്കുന്നു. ദൈവ ശുശ്രൂഷകളെ ദശാംശം കൊടുത്ത് സഹായിക്കാത്തവരെ കാണിക്കുന്നു. ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കുക ഈശോ പറയുക. ദശാംശം കൊടുക്കാതെ നിൻ്റെ ബന്ധനങ്ങൾ അഴിയില്ല എന്ന് ഈശോ വെളിപ്പെടുത്തുക. ദൈവ ശുശ്രൂഷകളെ സഹായിക്കുക. തിരുസഭയുടെ 5ാമത്തെ കൽപ്പന, ദേവാലയത്തിന് കൊടുക്കേണ്ട പദവാരം, ഓഹരി അത് കൊടുത്തിരിക്കണമെന്ന് ആത്മാവ് വെളിപ്പെടുത്തുക. അല്ലാതെ തടസ്സങ്ങൾ മാറില്ലെന്ന് ആത്മാവ് വെളിപ്പെടുത്തുന്നു. അസൂയ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പല മക്കളും അസൂയയുടെ കണ്ണുകളുള്ള മക്കൾ ആ അസൂയയുടെ ദുരാത്മാവ് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പല മക്കളിൽ നിന്ന് ആ മൂലപാപം കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. പല മക്കളിൽ നിന്ന് വരുന്ന അസൂയ മൂലം പല തടസ്സങ്ങൾ പലർക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോ പറയുന്നു. റിനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. 20 സെൻറ്റ് സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സം എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ കർത്താവ് പലർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ നിന്ന് ഒച്ചുശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പൊടിയുടെ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. തലയിൽ പൊട്ടൻ പോലെ താരം വന്നിരിക്കുന്ന വ്യക്തിയോട് വെഞ്ചരിച്ച് ഒലിവോയിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നുണ്ട്. നീതു, ബീന ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. 3 വർഷമായി വിവാഹം ആലോചിച്ചിട്ടും ശരിയാകാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായി ഇടപെടുന്നു. വിവാഹ തടസ്സം മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വൻകുടലിന് നീർക്കെട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം തരുന്നുണ്ട്. ഈ വ്യക്തിക്ക് ശക്തമായ ലൂസ് മോഷൻ ഉണ്ട്, അതും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്ന, ഇഞ്ചക്ഷൻ എടുക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 6 വയസ്സുള്ളൊരു കുട്ടിയുടെ ശ്വാസമുട്ട് കർത്താവ് സൗഖ്യപ്പെടുന്നു. ഒരു നേവി ഓഫീസറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. കണ്ണിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 3 വയസ്സുള്ളൊരു കുട്ടിയുടെ ശക്തമായ പനി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജോഫിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഒരുങ്ങുന്ന ഒരു സഹോദരനോട് വൈദികരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഭക്ഷണം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ ആ ഭക്ഷണം കേടായി പോകുന്ന, നാശമായി പോകുന്ന വീട്ടുകാരോട് ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ കർത്താവ് സന്ദേശം തരുന്നു. പലതവണ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി പരാജയപ്പെട്ട വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയരുത് എന്ന് കർത്താവ് സന്ദേശം തരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മകൻ്റെ സൈനസൈറ്റിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വെൽഡിംഗ് പണി ചെയ്യുന്ന രാജു എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മെനഞ്ചൈറ്റിസ് രോഗിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരിക്കുന്ന ഒരു മകനെ കർത്താവ് ഈ സമയം തൊട്ട് സൗഖ്യപ്പെടുന്നുണ്ട്. കഴുത്തിൽ വെന്തിങ്ങ ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആണിരോഗമുള്ള ഒരു പ്രാർത്ഥിച്ചോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വേരിക്കോസ് വെയിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 30 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത ഒരു മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഏഞ്ചലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ദീപ എന്ന മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. ഇംഗ്ലീഷ് പഠിക്കാനുള്ള തടസ്സം എടുത്ത് മാറ്റി ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ലോൺ കിട്ടാനുള്ള തടസ്സം എടുത്ത് മാറ്റി ബെന്നി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. രക്തത്തിൽ അണുബാധയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. അസിഡിറ്റി അൾസറുള്ള മേരി എന്ന മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. കുമരകം എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. പാമ്പ് കടിയേറ്റതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് വീണ്ടും സന്ദേശം തരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആന്റണിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. കുടുംബ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദമ്പതികളോട് പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനും കർത്താവ് സന്ദേശം തരുന്നു. ദാനധർമ്മം ചെയ്യാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശം തരികയാണ്. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. സുഭാഷിതം 28:27 വചനം കർത്താവ് തരുന്നു. പോത്സോ കേസുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. രക്തത്തിൽ അണുബാധയുള്ള ഒരാൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരാൾ കർത്താവ് സ്പർശിക്കുന്നു. കിടപ്പ് രോഗിയായ ഒരു സിസ്റ്ററിനോട് കഴുത്തിൽ വെന്തിങ്ങ ധരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഇറ്റലിയിൽ നിന്നും ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മേരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഫിലോമിനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹൈപ്പർ ആക്റ്റീവായ ഒരു ആൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ഒരു വാഴത്തോട്ടത്തിൽ നിന്ന് വവ്വാൽ ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. സിൻസി എന്ന മകളോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിൽ നിന്നും എലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. സൂസന്നയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തെറ്റായ പ്രേമബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ കർത്താവ് ശക്തമായ സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വിഷയം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഷിയാരിയ ഒരുപാട് അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറയുന്നു. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മിനി ജോയ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മച്ചാട് എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ കഴിഞ്ഞ കൊല്ലം 2024 ഒക്ടോബർ മാസത്തിൽ ഒരു 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു ഏറുകളുടെ.
അവിടെ വെച്ചിട്ട് എനിക്ക് കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം തന്നെ കൗൺസിലിങ്ങിൽ ബ്രദർ പറഞ്ഞു, നിൻ്റെ തണ്ടിൽ വേദന എല്ലാം ഈശോ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല, എന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം ആരാധന സമയത്ത് എല്ലാവരും മുട്ടുകുത്തുമ്പോൾ എനിക്ക് മാത്രം മുട്ടുകുത്താൻ പറ്റുന്നിരുന്നില്ല, ഞാൻ ഏറ്റു നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ആരാധന സമയത്ത് അച്ഛൻ പറഞ്ഞു, തയ്ക്കണ ഒരു മോളുടെ ഇടത്തെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന ഈശോ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇടവയിലാണെങ്കിൽ ഇഷ്ടംപോലെ തയ്ക്കണവരുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആരാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ വിശ്വസിച്ചു ഞാനിനി ആയിരിക്കുമെന്ന്. അവിടുന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈശോയെ എൻ്റെ പേര് വിളിച്ച് പറയണം, എനിക്ക് അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞു, തയ്ക്കണ ഒരു മോളുടെ മിനി എന്ന പേരുള്ള ഡിസ്കിന് പ്രോബ്ലം ഈശോ എടുത്ത് മാറ്റുന്നത്. അന്ന് അത് ഞാനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതിൽ പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇതേപോലെ തന്നെ എനിക്ക് രണ്ടാമത്തെ അനുഗ്രഹം കിട്ടിയത്, എനിക്ക് 30 വർഷമായിട്ടുള്ള മൂലകുരിൻ്റെ അസുഖമാണ്. അത് ഞാൻ ആ ധ്യാനത്തിന് അച്ഛൻ വിളിച്ച് പറഞ്ഞു, മൂലകുരിൻ്റെ അസുഖങ്ങളെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂന്ന്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് ഇവിടെ ഒരു ഫെബ്രുവരി മാസത്തിൽ ഞാൻ അത്ഭുത ജമാലയിൽ ഇവിടെ വിളിച്ച് പറഞ്ഞു കേട്ടു, ഞങ്ങളുടെ ഇടവകയിൽ ഒരു കുട്ടി പറഞ്ഞു മൂലകുരിന് അസുഖമുള്ളത് കൊണ്ട് അത് ഞങ്ങൾക്ക് മാറി കിട്ടിയെന്ന്. അപ്പോഴാണ് ഇത്രയും നാളുകൾക്ക് ശേഷം എനിക്ക് അങ്ങനെ ഒരു അസുഖമുള്ള കാര്യം ഓർമ്മയിൽ തന്നെ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കും അതുപോലെ മാറിയിട്ടുണ്ടാവുമോ. അപ്പോൾ എനിക്ക് ആ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ഞാൻ എരിയോ അതുപോലെ ഈ മസാലകളോ കുരുമുളകോ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് തൊട്ട് ഞാൻ മീൻ വറുക്കുമ്പോഴൊക്കെ കുരുമുളക് പൊടിയിടലും അതുപോലെ തന്നെ മസാല കൂട്ടിയിടലൊക്കെ ചെയ്തു. എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. സ്നേഹമുള്ളവരെ, വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷ. ഏതാനും വചനങ്ങൾ വായിച്ച് ഒരല്പം ധ്യാനിച്ച് നമ്മൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹം കർത്താവ് വർഷിക്കുകയാണ്. അതിൽ ഏതാനും ചില അനുഗ്രഹങ്ങളാണ് ഇവിടെ നമ്മൾ വെളിപ്പെടുത്തുക. നിങ്ങൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക, അത് സാക്ഷ്യപ്പെടുത്തണം. കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ പ്രകീർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആരും മറച്ചു വയ്ക്കരുത്, അനുഗ്രഹങ്ങളൊക്കെ വെളിപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. എല്ലാവരും സ്തുതിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധന ആരാധന ഉച്ചത്തിൽ സ്തുതിച്ചേ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. കരുണായ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ.